എവ്രി വൺ, ഇന്ന് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ദുബായ് മോളിൽ പോയ വിശേഷങ്ങൾ കണ്ടാലോ? മോൾ ഫുൾ ഒരുമിച്ച് കണ്ടു തീർക്കാമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല, എന്നാലും നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. വന്ന വഴിയെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം അമ്മയുടെ കണ്ണിലെ കൗതുകം അത്രയ്ക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രമൊന്നും അല്ല കേട്ടോ, അതേ പൊന്നനും അതുപോലെ തന്നെയാണ്. ഏതായാലും നമ്മൾ അവിടുത്തെ ഓരോ കാഴ്ചകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ കാണുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അമ്മ എനിക്കൂടെ വിളിച്ച് കാണിച്ചു തരുക. ഏതായാലും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെന്നാണ് അമ്മ എന്നോട് പറയുന്നത്. ഇവിടുത്തെ ഓരോ ഫ്രെയിമും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഏതൊരു ഫ്രെയിം കണ്ടാലും നമുക്ക് അവിടെ പോയി നോക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് എന്തായാലും തോന്നിപ്പോവും. അങ്ങനെ എനിക്ക് തോന്നിയ ഏറ്റവും അടിപൊളി ഒരു ഫ്രെയിം ഇതായിരുന്നു. ഈ പാൻറ്റിനെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ ചൈന ടൗണിലേക്കാണ് കയറിയത്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ബൂബു ലാൻഡ് ഉണ്ട്. ഇവിടെ കിഡ്സിൻ്റെ അമ്യൂസ്മെൻ്റ് ഏരിയ ആണ്. ആകെ കുറച്ച് സ്ഥലമേ കണ്ടിട്ടുള്ളൂ എങ്കിലും നടന്ന് ഞങ്ങൾ ഒരു വഴിയായി. അങ്ങനെ ഞങ്ങൾ ചൈന ടൗണിനകത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ നിന്നൊരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തു. അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യം ഇതാട്ടോ, ഐസ് റിങ്ക്. ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്കേറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യാനറിയില്ലെങ്കിലും നടന്ന് കുഴയുന്നവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബഗ്ഗി സർവീസൊക്കെ ഉണ്ട് കേട്ടോ ദുബായ് മാളിൽ. അടുത്തതൊരു അടിപൊളി സാധനമായിരുന്നു ഹ്യൂമൻ വാട്ടർഫാൾ. ഇത് നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ആക്ച്വലി അവിടെ നിന്ന് വരാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. കാര്യം ഇതൊന്ന് കണ്ട് തീർക്കണമല്ലോ. നമ്മളൊക്കെ നടന്ന് ഒത്തിരി ടയേർഡായപ്പോഴും ഇതുവരെയും ടയേർഡാവാത്ത ഒരാൾ ഇതാണ്. ആളിപ്പോഴും ഫുൾ ഓൺ എനർജിയിലാണ്. അടുത്തത് ദുബായ് അക്വേറിയമാണ്. ആക്ച്വലി ഇത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയതാണ്. ശരിക്കും ഇതെന്ന് പറയുന്നത് 1 കോടി ലിറ്റർ വെള്ളം നിറച്ചിട്ടുള്ള ഒരു വലിയ അക്വേറിയമാണ്. ശരിക്കും ഇത് കാണാൻ ടിക്കറ്റ് എടുത്ത് അകത്ത് ടണൽ പോലത്തെ വഴി കൂടെ കയറി ഇതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ പക്ഷെ അങ്ങനെയൊന്നും പോയില്ല, ജസ്റ്റ് പുറത്ത് മാത്രം ജസ്റ്റ് കണ്ടുള്ളൂ. ഇതിനകത്ത് 300+ സ്പീഷീസ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ പക്ഷെ അത്രയൊന്നും കയറി കണ്ടില്ല. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ആ ടണലിൽ കൂടെ പോയി കാണാൻ പറ്റും. വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾ പിന്നെ അതിനൊന്നും പോയില്ല. നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴത്തിലെ വെള്ളാട്ടിപ്പോക്കറെ പോലൊരു മീനിനെ അവിടെ കണ്ടു എന്നാട്ടോ അച്ഛൻ പറഞ്ഞത്. ഇതാണ്, ഇത് തെരണ്ടിയാണെന്നാണ് തോന്നണേ. പിന്നൊരു പുള്ളിയെ കണ്ടു, ഇത് കരിപ്പൻ്റെ കാന്താരി എന്ന് തോന്നുന്നു. ഞങ്ങൾ ഒത്തിരി നേരം തുറച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കണ്ടതൊരു ഡൈനോഡ് സ്കെൽട്ടനാണ്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ചിലരിങ്ങനെ കൊടി പിടിച്ച് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. അതെന്തോ കൂട്ടത്തിൽ ആൾ തിരിച്ചറിയാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായൊരു മൂലയിലിരുന്നപ്പോൾ ഒരാളുടെ കലാപ്രകടനങ്ങളാണിതൊക്കെ. അവളിപ്പോഴും ഫുൾ ഓണാണ്. എനിക്കറിയില്ല, ഇത്രയും ഒരു വലിയ ഏരിയ കണ്ടതിൻ്റെ സന്തോഷമാണ് ആൾക്ക്. കൂടെ അപ്പനും കൂടിയിട്ടുണ്ട്. അപ്പൻ ചെയ്യും പോലെ എല്ലാം അവളും ചെയ്യുമായിരുന്നു. എനിവേ അവൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഇത്രയും നല്ലൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന്.